നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ഒരു പെൺകുട്ടി, ഒരു യുവതി, 32കാരിയാണ്. സ്വന്തം മകൻ ഉൾപ്പെടെ 4 കുരുന്നുകളെയാണ് കൊന്നു തള്ളിയത്. അത് ഉത്തരേന്ത്യയിലായിരിക്കാം, പക്ഷേ അതിന് ഞെട്ടൽ രാജ്യമെങ്ങും അലയടിക്കുന്നുണ്ട്. വിശദമായി നോക്കാം. സ്വാഗതം 20th അവറിലേക്ക്. സ്വന്തം മകൻ ഉൾപ്പെടെ 4 കുട്ടികളെ കൊന്നു തള്ളിയ 32കാരി. കാരണമറിയാമോ? തന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും ഉണ്ടാവരുതെന്ന ചിന്ത. ഹരിയാനയിലെ പാനിപ്പത്താണ് സ്ഥലം. സിവ ഗ്രാമത്തിൽ നിന്നുള്ള പൂനം എന്ന പെൺകുട്ടി, യുവതിയാണ് ഇതിലെ വില്ലത്തി. 6 വയസ്സുകാരിയെ വെള്ളത്തിൽ മുക്കിക്കൊന്നതോടുകൂടിയാണ് പോലീസിന്റെ അന്വേഷണം തുടങ്ങുന്നത്. സ്വന്തം മരുമകളാണ് ഈ 6 വയസ്സുകാരി. പൂനത്തിന്റെ ഭർത്താവ് നവീനുണ്ട്, നവീന്റെ ബന്ധുവിന്റെ മകൾ. സംഭവം നടക്കുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. ഡിസംബർ 1-ാം തീയതി ഒരു വിവാഹ ചടങ്ങ് നടക്കുന്നു ഇവരുടെ ബന്ധുവിന്റെ വീട്ടിൽ. ആ ബന്ധു വീട്ടിൽ വെച്ചായിരുന്നു സംഭവം മുഴുവൻ. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നത്. മകനെ ഉൾപ്പെടെ 4 കുട്ടികളെ കൊന്ന സീരിയൽ കില്ലറായിരുന്നു പൂനം. പാനിപ്പത്തിലെ നൗൽത്ത ഗ്രാമത്തിൽ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പൂനവും ഈ മരണം സംഭവിച്ച വിധി എന്ന പെൺകുട്ടിയും കുടുംബവും അവിടെ എത്തി. ബാറാത്ത്, ഉത്തരേന്ത്യയിലെ വിവാഹാഘോഷങ്ങളിൽ നമ്മൾ കാണാറുണ്ടല്ലോ, വിവാഹാഘോഷ ഘോഷയാത്രയാണ് ബാറാത്ത്. ആ ബാറാത്ത് നടക്കുന്ന സമയം പൂനം പോയില്ല. ഇതിനിടയിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് സന്ദീപിന് ഒരു ഫോൺ കോൾ വരികയാണ്, മകൾ വിധിയെ കാണാനില്ല എന്ന്. മണിക്കൂറുകൾ അവർ അന്വേഷിച്ചു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഈ പെൺകുട്ടി വിധിയുടെ മുത്തശ്ശി ഒരു വാട്ടർ ടബിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ വാട്ടർ ടാങ്കിൽ തല മാത്രം മുങ്ങിയ നിലയിൽ ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. അപകട മരണം എന്ന നിലയിൽ അവസാനിക്കേണ്ട ഒരു മരണമാണ്, ഒരു കൊലപാതകത്തിന്റെ ചുരുളാണ് പിന്നീട് അഴിഞ്ഞത്. സീരിയൽ കില്ലറിലേക്ക് എത്തിച്ചത് വിധിയുടെ പിതാവിന്റെ ഒരു സംശയമാണ്. തല മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു, കാല് നിലത്ത് തൊട്ട നിലയിലും. അങ്ങനെ പോലീസിൽ പരാതി നൽകുകയാണ് പിതാവ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഒടുവിൽ പൂനത്തിലേക്ക് തന്നെ എത്തി പോലീസിന്റെ അന്വേഷണം. അപ്പോൾ അറിഞ്ഞത് എന്താണെന്നോ? തന്നേക്കാൾ ഭംഗിയുള്ള കുട്ടികളോട് ദേഷ്യമാണ് തനിക്ക് എന്നായിരുന്നു പൂനത്തിന്റെ മറുപടി. പൂനം കൊലപ്പെടുത്തിയ 4 പേരിൽ 3 പേരും പെൺകുട്ടികളാണ്. ഒരാൾ മാത്രം ആൺകുട്ടി, അതും പൂനത്തിന്റെ സ്വന്തം മകൻ ശുഭം. सबसे पूछताछ जो हम डिटेल में की है, यही इन्होंने बताया कि जो सुंदर बच्चियां हैं उनसे इसको नफरत सी है. इन्हें पहले और भी कई खुलासे हुए हैं, इसने और भी 3 बच्चों की हत्या की हुई है पीछे. പാനിപ്പത്തിലെ SP ഭൂപേന്ദ്ര സിംഗിന്റെ വാക്കുകൾ നമ്മളെ ഞെട്ടിക്കും. സൗന്ദര്യമുള്ള കുട്ടികളോടൊക്കെ ഇവളേക്കാൾ ശ്രദ്ധ ആകർഷിക്കുന്ന ഏത് കുരുന്നിനെയാണെങ്കിലും കൊന്നുകളയുമെന്നുള്ള ധാർഷ്ട്യം, അതൊരു വല്ലാത്ത മാനസിക നിലയാണ്. വിധി എന്ന ആ കുഞ്ഞു പെൺകുട്ടിയുടെ മരണമാണ് ഈ വീട്ടിലെ സൈക്കോ കില്ലറുടെ തനിനിറം പുറം ലോകത്തെത്തിച്ചത്. അതുവരെ എല്ലാ മരണങ്ങളും, ആ വീട്ടിൽ 4 മരണങ്ങൾ നടന്നു, എല്ലാം അത് അപകട മരണങ്ങൾ ആണ് എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ആ വീട്ടുകാർ. ആദ്യ കൊലപാതകം അത് 2023 ജനുവരിയിൽ. 9 വയസ്സുകാരി ഇഷികയാണ് ആദ്യം മരിക്കുന്നത്. ഈ മരിച്ച 4 പേരും ഒരേ രീതിയിലാണ് മരിച്ചു കിടന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതെങ്കിലും വെള്ളത്തിൽ വീണ് കമിഴ്ന്ന നിലയിൽ. ഇഷിക ഭർത്തൃ സഹോദരിയുടെ മകളാണ്.
ഇനി രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത് അത് സ്വന്തം മകനെയാണ് കൊല്ലുന്നത്. അന്ന് ശുഭത്തിന്, അതായത് ഇവളുടെ മകൾ ശുഭത്തിന് അന്ന് 3 വയസ്സ് മാത്രമാണ് പ്രായം. 3 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മടി കാണിച്ചില്ല ഈ കാണുന്ന പൂനം. അതേ വർഷം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ 3ാമത്തെ കൊലപാതകം നടക്കുകയാണ്. അതായത് 2025-ലാണ് 3ാമത്തെ കൊലപാതകം. ബന്ധുവിന്റെ മകളായിട്ടുള്ള 6 വയസ്സുകാരി, അവളുടെ പേര് ജിയ എന്നായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ വിധി എന്ന ഈ പാവം പെൺകുട്ടി 4ാമത്തെ ഇരയായി മാറി. ശരിയാണ്, സൗന്ദര്യമാണ്, പെൺകുട്ടികളാണ് മരിച്ച 3 പേർ. പക്ഷേ എന്തുകൊണ്ട് അവൾ സ്വന്തം മകനെ കൊന്നു? ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു പൂനത്തിന്റെ കുടുംബത്തിന്. കാര്യം എന്താണെന്നോ? ആദ്യ കൊലപാതകം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും ബന്ധുക്കൾക്ക് ഒരു സംശയം തോന്നരുത് ഇതിനു പിന്നിൽ താനാണെന്ന്. അതുകൊണ്ട് അവൾ സ്വന്തം മകനെയും കൊന്നു. സൈക്കോ കില്ലിങ്ങിന്റെ അങ്ങേത്തലം എന്നാണ് പോലീസ് പൂനത്തിന്റെ മനോനിലയെ പറയുന്നത്. സൗന്ദര്യമുള്ള കുട്ടികളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന മാനസികാവസ്ഥ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ വീട്ടുകാർക്ക്. എല്ലാം അറിഞ്ഞപ്പോൾ തീരാത്ത പകയാണിപ്പോൾ അവർക്ക് പൂനത്തോട്. സ്വന്തം മകനെ കൊന്നവൾക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ എങ്ങനെ മടിയുണ്ടാകുമെന്ന് ചോദിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മരിച്ച വിധിയുടെ അമ്മ. जी मुझे यकीन हो रहा है जब वो अपने बेटे के साथ कर सकती है ऐसा, तो उसने मेरी बेटी के साथ भी करा होगा। कहाँ पर बेटी को आपको डाला था उसने, कहाँ पर फेंक दिया? जो सोध में। और आप लोगों को यकीन नहीं हुआ था उस वक्त वो कैसे हादसा हो गया, आप सोच रहे होंगे? जी वो गांव में सब ये कहने लगे कि हो नहीं आई, हो नहीं लेगी, उसका टाइम ऐसे ही लिख रहा होगा। हमने भी इसी बात पे यकीन कर लिया था। पहले से इस तरह के दिमाग की थी, ऐसा लगता था? जी नहीं, ऐसा कुछ नहीं लगता था। कभी नहीं लगा। ഹരിയാനയിലെ ന്യൂസ് 18 സംഘം ആ വീട്ടിലെത്തി ആ അമ്മയുടെ പ്രതികരണം തേടിയപ്പോഴായിരുന്നു ഈ മറുപടി. ഇനി 2019-ലാണ് പൂനത്തിന്റെ വിവാഹം നടക്കുന്നത്. പൂനത്തെ പറ്റി എല്ലാവരും പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. പരമാവധി ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമാണ്. എപ്പോഴും മുഖത്ത് ഒരു മറയിടുന്ന പതിവുണ്ട്. അത് അവിടുത്തെ ഒരു വസ്ത്രധാരണ രീതിയാണ്. പകുതി മറച്ച മുഖമായിരിക്കും. അതുകൊണ്ട് തന്നെ മുഖത്തെ റിയാക്ഷൻ, പ്രതികരണം എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയാനും കഴിയില്ല. വിശ്വാസിയാണെന്ന് എപ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കാറുണ്ട് പൂനം. വേറെ വീടുകളിൽ ഒന്നും അധികം ഈ പൂനം പോവാറില്ല എന്നും അധികം നാട്ടുകാരോട് സംസാരിക്കാറില്ല എന്നും പറയുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ തന്നെയുള്ള ആ വീട്ടിൽ, പൂനത്തിന്റെ വീട്ടിൽ ചെറിയൊരു ജോലിക്കായി എത്തുന്ന മറ്റൊരു സ്ത്രീ. गांव में जी परिवार, इसका पति, इसका देवर, सासू ससुरे बड़ी आदमी है, लेकिन इस हत्यारी का किसी को पता नहीं था कि ये हत्यारी है। अब पता चल गया तो इसी हत्यारियों की तो फांसी की सजा दे दी जाएगी। आगे इसी घटना हुआ, घर से बाहर नहीं निकली जी, और आदमी बढ़िया थे, कोई काम की दाव नहीं थी, परिवार मतलब इज्जतदार परिवार है जी। കൊലപാതക പരമ്പരയുടെ വിവരങ്ങൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. പൂനം എന്ന് പറയുന്ന ഈ സൈക്കോപാത്തിന്റെ, ഈ സൈക്കോ കില്ലറിന്റെ മാനസിക നില, മുൻപ് മരിച്ച കുട്ടികളുടെ വിവരങ്ങൾ, മരണത്തിൽ ഇനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വശങ്ങൾ പരിശോധിക്കാനുണ്ട് പാനിപ്പത്ത് പോലീസിന്. ദടലും അവിടുത്തെ മാതാപിതാക്കൾ വല്ലാത്ത ഞെട്ടലിലാണ്. ആ കുടുംബത്തിലെ മാത്രമല്ല, നാട്ടിൽ മുഴുവൻ ആ ഞെട്ടൽ ഇങ്ങ് വ്യാപിച്ചു കിടക്കും. മറ്റൊരു മനോവൈകൃതമുള്ള ആളിലേക്കാണ് പോകുന്നത്. ബസ്സിൽ നഗ്നത പതിവാക്കിയ സാജൻ പിടിയിലായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ഒരു സംഭവം ഉണ്ടായത്. കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ഒരു KSRTC ബസ്സിനുള്ളിലായിരുന്നു ഈ സംഭവം. ആദ്യം ഇയാളുടെ പേര് വിവരങ്ങൾ പരിചയപ്പെടുത്താം. പിടിയിലായത് കല്ലാമം പന്നിയോട് സാബു ഭവനിൽ സാജൻ, 37 വയസ്സാണ്. കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ
ഉച്ചയോടുകൂടി ഒരു KSRTC ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ ബസ്സിനുള്ളിൽ സാജൻ ഇരുന്ന സീറ്റിന് എതിർവശത്തായി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ നിർത്തിയിട്ട ബസ്സിൽ വെച്ച് ഇയാൾ വൈകൃതങ്ങൾ ആരംഭിച്ചു. ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തി. പക്ഷേ ഇതിനിടയിൽ ആ പെൺകുട്ടി വളരെ മിടുക്കിയായി നിന്ന് വളരെ ധൈര്യത്തോടു കൂടി തന്നെ പരിഭ്രമിക്കാതെ ആ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു സാജന്റെ മുഖം. അങ്ങനെ സാജൻ ആ പെൺകുട്ടി പകർത്തിയ ദൃശ്യങ്ങളിൽ കുടുങ്ങി. അയാൾ ബാഗുമായി എഴുന്നേറ്റത് എന്തിനാണെന്നോ, ഈ പെൺകുട്ടി ദൃശ്യങ്ങൾ എടുക്കുന്നു എന്നുള്ള വിവരം അയാൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതായത് ദൃശ്യങ്ങളിൽ താൻ കുടുങ്ങി, താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഉടൻ തന്നെ ബാഗ് എടുത്ത് അയാൾ സ്ഥലം വിട്ടു. കോട്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിനുള്ളിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. പിന്നാലെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഈ ദൃശ്യങ്ങൾ അങ്ങനെ പോലീസിന്റെ അടുത്തെത്തി. അങ്ങനെയാണ് പോലീസ് ഒരു അന്വേഷണം നടത്തി യുവതിയെ കണ്ടെത്തുകയും യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി ഒടുവിൽ കേസെടുക്കുകയും ചെയ്തത്. പിന്നീട് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഒഴിഞ്ഞ ബസ്സുകളിൽ ഇത് പതിവായി നടത്തുന്ന ഒരു രോഗിയാണോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുമുണ്ടായിരുന്നു സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. അങ്ങനെ പോലീസ് നടത്തിയ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ സാജൻ പിടിയിലാവുന്നത്. എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. ആ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് സങ്കടം മാത്രം. എന്താണെങ്കിലും വഴുതക്കാട്, ഇയാൾ ഇതാദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നതെന്ന് കൂടി ഓർക്കണം. വഴുതക്കാട് വെച്ച് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി. തിരുവനന്തപുരം വഴുതക്കാട് വെച്ച് ഇത്തരത്തിൽ ബസ്സിനുള്ളിൽ വെച്ച് മറ്റൊരു സ്ത്രീയോട് ഇയാൾ ഈ സ്വഭാവം കാണിച്ചു, ഇതേ വൈകൃതം. അന്ന് ആ സ്ത്രീ പക്ഷേ കരഞ്ഞുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇത്തരക്കാരെ നേരിടുമ്പോൾ അത് കണ്ണീര് കൊണ്ടല്ല, ധൈര്യം കൊണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടി ചെയ്തതുപോലെ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാം. ഇത്തരക്കാരെ സമൂഹത്തിന് മുന്നിൽ പിച്ച് ചീന്താം. അങ്ങനെ നഗ്നതാ പ്രദർശനം പതിവാക്കിയ സാജൻ ഇനി അടിക്കുള്ളി കിടക്കട്ടെ. ഇത്തരത്തിൽ മനോവൈകൃതങ്ങളുള്ളവർ അത് മലയാളി എന്നോ ഇതര സംസ്ഥാനക്കാരനോ എന്നൊന്നുമില്ല. കൊട്ടിയത്ത് കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക പ്രദർശനം കാട്ടിയ അതിഥി തൊഴിലാളിയുടെ പരാതി വന്നത്. അയാൾ ഈ സ്കൂൾ വിദ്യാർത്ഥിനെ കയറി പിടിക്കാനും ശ്രമിച്ചു. എന്തുണ്ടായി? ഇപ്പോൾ അകത്താണ് പോലീസ് അടിക്കുള്ളി. കമ്മലക്കെട്ട് നിൽക്കുന്ന ആ ചേക്കനുണ്ടല്ലോ, ചേക്കൻ്റെ പേര് നേമാറാം എന്നാണ്. രാജസ്ഥാൻ സ്വദേശിയാണ്. 26 വയസ്സ് മാത്രമാണ് പ്രായം. തിരുവനന്തപുരം കരമനയിലാണ് ഇയാളുടെ താമസം. അവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. ഇയാൾ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിലായി ഇലക്ട്രിക് പ്ലംബിംഗ് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയിലെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ്. അങ്ങനെയാണ് ഇയാൾ ജോലിയുടെ ഭാഗമായിട്ടാണ് അത്രേ കൊല്ലത്തെത്തുന്നത്. സംഭവം നടക്കുന്നത് നവംബർ 27-നാണ് മൈലക്കാട്ട് വെച്ച്. ഒരു പെൺകുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇയാളുടെ വസ്ത്രമൂരി, പാൻസ് ഊരി, വസ്ത്രമൂരി ആ നഗ്നതാ പ്രദർശനം നടത്തുന്നു. മാത്രമല്ല ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കയറി പിടിക്കാനും ശ്രമിച്ചു. ആ പെൺകുട്ടി പേടിച്ചുപോയി. പാവം കുഞ്ഞല്ലേ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. അവൾ കരഞ്ഞ് വീട്ടിലേക്ക് ഓടി. വീട്ടിൽ രക്ഷിതാക്കളോട് കാര്യം അറിയിച്ചു. അങ്ങനെ രക്ഷിതാക്കളാണ് കൊട്ടിയം പോലീസിനെ സമീപിച്ചത്. അങ്ങനെ കൊട്ടിയം പോലീസിന്റെ അന്വേഷണത്തിലായിരുന്നു ഈ നേമാറാമിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പ്രതി രാജസ്ഥാൻ സ്വദേശിയാണ്. പ്രതി ഇതുപോലെ ഇവിടെ ഈ ഇലക്ട്രിക് കടകളിൽ
കളക്ഷൻ ഏജൻ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ പ്രതിക്ക് ഇങ്ങനൊരു മോഡസ് ഉള്ളതാണ്, ഈ എക്സിബിഷൻ പോലത്തുള്ള മോഡസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രതി ഇന്നലെ അതുപോലെ കളക്ഷന് വേണ്ടി വന്ന സമയത്തായിരുന്നു പ്രശ്നം. പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത്. സ്ഥിരം ഇങ്ങനെ വേറെ പരാതി വല്ലതും വന്നിട്ടുണ്ട്? ഇല്ല, കുറച്ച് അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ, നിലവിൽ മാത്രമേ. എന്താണെങ്കിലും ഇയാളും അത്ര മോശക്കാരനല്ല. ഇയാൾക്ക് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസിനുണ്ട്. ഇത്തരം സംഭവങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ്. എന്താണെങ്കിലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നേമാറാമും അകത്ത് കിടക്കട്ടെ. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക അത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇന്നലെ കാസർഗോഡ് അതെത്തിയത് ആശുപത്രിയുടെ മുറ്റത്ത് വരെയാണ്. ആശുപത്രി വരാന്തയിലും അവർ ഏറ്റുമുട്ടി. ബുധനാഴ്ച രാത്രി ഏതാണ്ട് 11 മണിയോട് കൂടിയായിരുന്നു സംഭവം നടക്കുന്നത് കാസർകോട്ടെ ജനറൽ ആശുപത്രിയുടെ മുറ്റത്താണ്. ആ ജനറൽ ആശുപത്രിയുടെ മുറ്റത്ത് 2 സംഘങ്ങൾ ഏറ്റുമുട്ടുന്നു. കാസർകോട്ടെ ചെമ്മനാട്, കീഴൂർ ഈ 2 ഇടങ്ങളിലായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളാണ് പരസ്പരം പോരടിച്ചത്. കീഴൂരിൽ വെച്ച് ഒരു വലിയ സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ പരിക്കേറ്റാണ് 2 സംഘത്തിലെയും ആളുകൾ ഈ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. ആശുപത്രിയിലെത്തുമ്പോൾ അവിടെ ഒരുപാട് രോഗികളുണ്ട്, കൂട്ടിരിപ്പുകാരുണ്ട്. ഇതൊന്നും ഗൗനിക്കാതെ ആ പകയുടെ എപ്പിസോഡ് തുടരുകയായിരുന്നു ആശുപത്രി വരാന്തയിലും. കാഷ്വാലിറ്റിയിൽ, OP കൗണ്ടറിൽ, ഇവിടെയൊക്കെ അവർ തമ്മിലടിച്ചു. ഏതാണ്ട് 30 മിനിറ്റ് സമയം അത്യാഹിത വിഭാഗം തടസ്സപ്പെട്ടുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏറെ നേരം ഭീതി വിതച്ച് 2 ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി കാസർഗോഡ്. അവിടെ കാഷ്വാലിറ്റിയിലും OPയിലും നിന്നിരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതൊരു ഭീതിജനകമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അതും രാത്രി 11 മണിയോടുകൂടി. അവിടെയാണ് ഇത്തരത്തിൽ സംഭവം. അങ്ങനെ ഡോക്ടർ മുഹമ്മദ് നിസാറിന്റെ പരാതിയിൽ 8 പേരെ കാസർഗോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. മാങ്ങാട് ബാരയിലെ PT ഷബീർ അലി, ചെമ്മനാട് കൊമ്പനടുക്കത്തെ P ജഗദീഷ് കുമാർ, കീഴൂർ പടിഞ്ഞാറിലെ അഹമ്മദ് ഷാനവാസ്, കൊമ്പനടുക്കത്തെ CK അജേഷ്, കീഴൂർ കടപ്പുറത്തെ അബ്ദുൾ ഷഫീർ, മുഹമ്മദ് അഫ്നാൻ, സയ്യിദ് അഫ്രീദ്, DM കുഞ്ഞഹമ്മദ്, ഇങ്ങനെ 8 പേരാണ് പോലീസിന്റെ അറസ്റ്റിലായത്. ഡോക്ടറുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ ഗുണ്ടകളുടെ ഏറ്റുമുട്ടൽ. ഹോസ്പിറ്റൽ ജീവനക്കാരി പറയും. ചെമ്മനാട് എന്ന് പറഞ്ഞ 2 സ്ഥലത്തുള്ള ടീമുകൾ നേരത്തെയുള്ള പ്രശ്നങ്ങൾ അവർ ഈ കോമ്പൗണ്ടിൽ വെച്ചൊരു അടി നടന്നു. അതിനുശേഷം അവിടുന്ന് അടി കൂടിയിട്ട് അവർ നേരെ OP കൗണ്ടറിൽ കയറി. അവിടുന്ന് അടി നടന്നു. അവിടുത്തെ അടിച്ചപ്പോൾ നമ്മൾ അവിടെ സൗണ്ട് കേട്ട് ഇവിടുന്ന് സെക്യൂരിറ്റിയും സ്റ്റാഫെല്ലാം ഓടിപ്പോയത്. അവിടെ ചെന്നപ്പോഴത്തെ അവിടെ നല്ല അടി നടക്കുക. എന്നിട്ട് അവിടുന്ന് ഉണ്ടും തെള്ളൊക്കെ ആയിട്ട് ഈ നമ്മളെ ഡോറെല്ലാം പൊളിഞ്ഞിട്ട് ചില്ലിൻ്റെ അതിങ്ങനെ മുകളിലെല്ലാം പൊട്ടിയിട്ടതായി. അപ്പം സെക്യൂരിറ്റി പറഞ്ഞ് ഇവിടുന്ന് നടക്കും പറ്റുപോലെ ഞങ്ങൾ പുറത്ത് കിടക്കുക എല്ലാവരും പുറത്താക്കിയപ്പോൾ സെക്യൂരിറ്റിക്ക് അടി കിട്ടി. അവസാനം കാഷ്വാലിറ്റിയിൽ വന്നു. ഇവിടുന്ന് ഭയങ്കര ബഹളം 2 ടീമുകളും. അങ്ങനെ സെയിം പാർട്ടി വന്നു. അതിലും ഒതുങ്ങിയില്ല. പിന്നെ വേറെയും ടീമുകളൊക്കെ വന്നതിന് ശേഷമാണ് അവർ സ്റ്റാഫിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഉന്തലൊക്കെ ചെയ്തിരുന്നു. ഒത്തിരി പേരുണ്ട്. സ്റ്റാഫ് കുറവല്ലേ രാത്രി ഉണ്ടാവുക. പിന്നെ അവിടെ OP കൗണ്ടറിൽ കയറി അവർക്ക് ഫസ്റ്റിൽ OP എടുക്കണം, ഇവർക്ക് എടുക്കണം അവിടെ തർക്കമായി. പരിക്കേറ്റിട്ട് അവർ OP എടുത്തിട്ട് കേസാക്കാൻ വേണ്ടി വന്ന ടീമുകളാണ്. അവിടെ വെച്ച് അടിയായി, പുറത്തടിയായി, പിന്നെ കാഷ്വാലിറ്റിക്ക് അകത്ത് അടിയായി. അങ്ങനെ കീഴൂർ പടിഞ്ഞാറിൽ ബുധനാഴ്ച രാത്രി ഉണ്ടായ സംഘടനത്തിന്റെ ഒരു തുടർച്ചയെന്നോളമാണ് ഈ സംഭവം ഉണ്ടായത്. ആ സംഘടനത്തിലും കേസെടുത്തു. 14 പേർക്കെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തത്. കുഞ്ഞഹമ്മദ്, ഷഹീർ, ഷാനവാസ്, ഷബീർ,
അങ്ങനെ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലുകൾ ആശുപത്രി വരാന്തിലെത്തുമ്പോൾ അത് എത്രമാത്രം ഭീതിജനകമാണെന്ന് ഓർക്കണം. കള്ളന്മാർ വിലസുകയാണ് പലയിടങ്ങളിലും. അതും CCTVകൾ ഇത്രമാത്രം ഉണ്ടായിട്ടും. പാറശാലയിൽ 2 വീടുകൾ കുത്തിത്തുറന്നാണ് മോഷണം. നഷ്ടമായത് 20 ലക്ഷത്തിലേറെ രൂപ. എടുത്തു സാധനങ്ങൾ. പാറശാലയിലാണ്. അവിടെ പാറശാല തോട്ടൻകരയിലും വട്ടവിളയിലുമായിട്ട് 2 വീടുകളിലാണ് മോഷണം നടക്കുന്നത്. സ്വർണം ഉൾപ്പെടെ 20 ലക്ഷത്തോളം രൂപയുടെ വസ്തുക്കളാണ് ഈ കള്ളന്മാർ അടിച്ചുകൊണ്ടുപോയത്. വട്ടവിളയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ വീട്ടിൽ നിന്ന് മാത്രം 22 പവന്റെ സ്വർണം നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അങ്ങനെ വലിയ മോഷണം നടത്തിയ ആ കള്ളന്മാരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ഇടങ്ങളിലായി 35 പവന്റെ സ്വർണം. വട്ടവിളയിൽ നിന്ന് 22ഉം ബാക്കി 13 പവന്റെ സ്വർണം തോട്ടിൻകരയിൽ നിന്ന്. ഈ തോട്ടിൻകരയിലെ വീട് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KS അനിലാലിൻ്റെതാണ്. ആ വീട്ടിൽ നിന്നാണ് മോഷണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം രാത്രി സമീപത്തെ മകളുടെ വീട്ടിലായിരുന്നു അനിലും ഭാര്യയും കിടന്നുറങ്ങിയത്. രാവിലെ പതിവ് പോലെ അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തലേ ദിവസം പൂട്ടിക്കൊണ്ടുപോയ ഗേറ്റാണ്. പക്ഷെ ഗേറ്റ് ഇതാ തുറന്നു കിടക്കുന്നു. ഗേറ്റിന്റെ പൂട്ട് കാണാനില്ല. മുൻവാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ വീട്ടിനുള്ളിലെ ലോക്കർ ഉൾപ്പെടെ 6 അലമാറകളാണ് കുത്തി തുറന്നത്. മാല, മോതിരം, കമ്മൽ, വള ഉൾപ്പെടെ 13 പവനിൽ അധികം സ്വർണം കൊണ്ടുപോയി. അലമാരയിൽ 2,87,000 രൂപയുണ്ടായിരുന്നു. ആ പണം കാണാനില്ല. 2 വിലയേറിയ മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു അലമാരയിൽ. അതും ആ കള്ളന്മാർ കവർന്നു. വില കൂടിയ 3 വാച്ചും കള്ളന്മാർ പോക്കറ്റിലാക്കി. അങ്ങനെ വലിയൊരു കവർച്ച. മാത്രമല്ല, ഈ അനിൽ നടത്തി വന്നിരുന്ന AS സ്വർണ്ണപ്പണയ സ്ഥാപനം എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ താക്കോലുകൾ ഉൾപ്പെടെ മോഷ്ടാക്കൾ കവർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് മറ്റു ഉരുപ്പടികൾ നഷ്ടമായിട്ടില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഷ്ടാക്കൾ എന്നിവർ സംശയിക്കുന്നവർ അവർ ഒരു ബൈക്കിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് നിർണായകമാകാം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ നെയ്യാറ്റിൻകരയിലെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഉടൻ തന്നെ ആ CCTVയിൽ കണ്ട കള്ളന്മാരെ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നിഗൂഢതകളുടെ 20th അവർ വീണ്ടും നാളെ രാത്രി 20 മണിക്കൂർ. നമസ്കാരം.